പക്ഷെ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ സന്തോഷത്തിൽ സന്തോഷമില്ലാത്ത ആളുകൾ അപ്പുറത്തെ വശത്തുണ്ട് എന്നും കൂടി ചിന്ത വേണം കേട്ടോ. നമസ്കാരം. നമുക്കിന്ന് കണ്ണേറ് കിട്ടാതെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം. കണ്ണേറ് അഥവാ ഈവിളൈയുടെ പ്രധാന ഉറവിടം ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ്. ഈ കണ്ണേറ് കിട്ടുന്ന പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ അച്ചീവ്മെൻറ്റ്സും നമ്മുടെ ഉയർച്ചയും എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. ഇത് കാണുന്ന ആളുകൾ നമ്മുടെ സന്തോഷങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പുതിയ വീട് വെച്ചു, പുതിയ കാറ് വാങ്ങി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ എവിടെ നിന്നോ കുറച്ച് പൈസ കൂടുതലായിട്ട് നമ്മൾ ടൂർ പോയി, വിദേശ രാജ്യങ്ങൾ ടൂർ പോയി, അതെടുത്ത് നമ്മൾ പോസ്റ്റ് ഇടുമോ? എല്ലാം നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ സന്തോഷങ്ങളും മാത്രമേ നമ്മൾ യൂട്യൂബിലല്ല ഇൻസ്റ്റാഗ്രാമിൽ എവിടെ ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഉയർച്ചകൾ മാത്രമാണ് ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉയർച്ചകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് ഒരു ഉയർച്ചയില്ലാത്ത കുറച്ച് ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അതേപോലെ ഉയരാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ടാവും. ഇവർക്ക് നല്ല രീതിയിൽ കണ്ണ് കടിച്ച് ചൊറിഞ്ഞ് മാന്തി ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നമ്മളെ തളർത്താൻ നോക്കുന്നല്ല, അവരുടെ മനസ്സുകൊണ്ട് അവർ നമ്മളെ പ്രാഗിയോ അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ പറയുള്ളൂ. ആ ഒരു അവസ്ഥ നമുക്ക് കണ്ണേറായിട്ട് ബാധിക്കും. അതല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇത് കണ്ട് അവൻ രക്ഷപ്പെട്ടു, അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടണ്ട എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും നമ്മുടെ ഉയർച്ചകൾ മാത്രം ഇടാതെ ഇടയ്ക്ക് നമ്മുടെ പരാജയങ്ങൾക്ക് ഇട്ടോ, കുഴപ്പമില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഇനി ശ്രദ്ധിക്കണം. നമ്മളെല്ലാം ഒതുക്കി വെക്കുക. കാരണം ഒതുക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ എല്ലാ ഉയർച്ചകളും, പുതിയ വീടായാലും കാറായാലും എന്താണെങ്കിലും, നമുക്ക് എന്ത് തരം നമുക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. അത് തന്നെയാണ് പ്രധാന കാരണം. അറിയിക്കാതിരിക്കുക. അങ്ങനെ അറിയിക്കാതിരിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഡെവലപ്പായിട്ട് ഉയരാൻ പറ്റും. ഒരു 10 പേര് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് അവിടെ തീർന്നു, പിന്നെ അത് വൻ പ്രശ്നങ്ങളിലേക്ക് കലാശിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതെല്ലാം നല്ലതാണ്, നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുന്നത് നല്ലതാണ്. പക്ഷെ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ സന്തോഷത്തിൽ സന്തോഷമില്ലാത്ത ആളുകൾ അപ്പുറത്തെ വശത്തുണ്ട് എന്നും കൂടി ചിന്ത വേണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കണ്ടുപോകാം.